നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളത്തിൽ ഇപ്പോൾ പൊടി പിടിക്കുന്ന ചർച്ചയാണ് വയനാട് ടൗൺഷിപ്പിൽ ഒരു വീട്ടിൽ ഒരു ചെറിയ വിള്ളലുണ്ടായ സംഭവം. മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരായ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരായ പ്രവർത്തകരും അത് നല്ലതുപോലെ അങ്ങ് ആഘോഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ആ നൗഫൽ എന്ന് പറയുന്ന ആ വീടിന്റെ ഉടമസ്ഥനായ മനുഷ്യനോട് വളരെ ബഹുമാനപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഉറ്റവരും ഉടയവരുമായ 16 പേരെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് നീ. കെട്ടുറപ്പുള്ള വീടും അതിനകത്തുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് നീ. ജീവിതത്തിന്റെ കടമ്പകൾ എങ്ങനെയൊക്കെയോ കരകയറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു മനുഷ്യനാണ് നീ. ആ നിനക്ക് കേരളത്തിലെ നല്ലവരായ ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ആ വീടിൽ ചെറിയൊരു വിള്ളലുണ്ടായപ്പോൾ നിനക്ക് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആരുടെയൊക്കെയോ ചട്ടുകമായിട്ടാണ് നീ പെരുമാറിയത്. മരിച്ചവരുടെ ഉറ്റവർക്ക് 6 ലക്ഷം രൂപ വെച്ച് കേരളത്തിന്റെ സർക്കാർ, ആരുടെയോ ഔദാര്യമല്ല, കേരളത്തിലെ ജനങ്ങൾ നൽകിയ പണത്തിൽ നിന്നും 6 ലക്ഷം രൂപ വെച്ച് നിനക്ക് തന്നിട്ടുണ്ട്. നീ അത് വേണ്ടാന്ന് വെക്കുമോ? ആ ദുരന്തം നടന്ന് ഈ നിമിഷം വരെയും മാസം നിന്റെ ദൈനംദിന ചെലവിനും വീട്ടുവാടകയ്ക്കുമായിട്ട് 25,000 രൂപ സർക്കാർ നൽകുന്നുണ്ട്. നിനക്കത് കിട്ടാതിരുന്നിട്ടുണ്ടോ? അപ്പോ നിനക്ക് ക്ഷമിക്കാമായിരുന്നു. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ജീവിതത്തിന്റെ കടമ്പകൾ കടന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു മനുഷ്യനാണ് നീ. നമ്മളൊക്കെ മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രം പോരാ, നമ്മളൊക്കെ മനുഷ്യനായിട്ട് തന്നെ ജീവിച്ച് മനുഷ്യനായിട്ട് തന്നെ മരിക്കണം. കൂടുതലൊന്നും നിന്നോട് പറയാനില്ല. പിന്നെ ഈ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിന്റെ 1-2 പാളിച്ചകൾ ഉണ്ടാവാം. 100% എല്ലാം ശരിയാവാൻ മനുഷ്യരുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നതല്ലേ, ചെറിയ പാളിച്ചകൾ വരും. അതിനെ എല്ലാവരോടും ചേർന്ന് അതിനെ പരിഹരിക്കുന്നതിന് പകരം അതിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ശവന്തീനികളായ കോൺഗ്രസ്സുകാരോടും പിന്നെ അച്ഛൻ മരിച്ചത് കൊണ്ട് അതിന്റെ പേരിൽ MLA സ്ഥാനം കിട്ടിയ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വൃത്തികെട്ടവനോടും പറയാനുള്ളത്, നിന്റെ തന്ത ഒരിക്കൽ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഡോക്ടർ ഉമ്മൻ എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളാരും അല്ല പറഞ്ഞത്. നീയൊക്കെ കൊടുക്കുന്ന എച്ചിലും തിന്ന് നിനക്കൊക്കെ വേണ്ടി എന്ത് വിഴുപ്പലക്കം നടത്താൻ നടക്കുന്ന മലയാള മനോരമയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വന്നതാണ് ഡോക്ടർ ഉമ്മൻ. നിന്റെ തന്ത, അതായത് ഉമ്മൻചാണ്ടി, എക്സ്റേ ഒക്കെ എടുത്തു വെച്ചിട്ട് വലിയ രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. കാണുന്നവർ വിചാരിക്കും ഇയാള് MBBS ഒക്കെ പാസ്സായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതെന്ന്. തിരിച്ചറിയില്ല എന്ന് ഞങ്ങൾക്കല്ലേ അറിയാവൂ. അപ്പൊ നിന്റെ തന്ത ഉമ്മൻചാണ്ടി MBBS എടുത്തിട്ടായിരുന്നോ എക്സ്റേ പരിശോധിച്ചത്? അല്ല. നീ വാ തുറന്നാൽ, നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് 10 പേരെ കൊണ്ട് നിന്റെ തന്തയെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നീ ജീവിച്ചിരിക്കുന്നത്. ആയ കാലത്ത് അങ്ങേരെ കൊണ്ട് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ 10 ദിവസവും കൂടി ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമായിരുന്നു. അതിനു പോലും കഴിയാതെ വീട്ടിലിട്ട് നരകിപ്പിച്ച് ആ മനുഷ്യനെ കൊന്നിട്ട് ആ വിള്ളല് നോക്കാൻ വന്ന കേരളത്തിന്റെ റവന്യൂ ഭവന നിർമ്മാണ മന്ത്രിയായ K. രാജനെ ട്രോളണമെങ്കിൽ നിനക്കതൊന്നുമല്ല, നിനക്ക് നിന്റെ തന്തയെ പറയിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. 1600 കോടി രൂപ ചെലവാക്കി നിന്റെ തന്ത സുനാമി ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഭവനം നിർമ്മിച്ചായിരുന്നു. കാട് കയറി പാറ്റയും പല്ലിയും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും അവിടെ താമസിക്കുന്നില്ല. നീ അതും കൂടി മനസ്സിലാക്കുക. പിന്നെ നിന്റെ തന്തയുടെ ഗൺമോൻ ഉണ്ടായിരുന്നു സലിം രാജ്, നല്ല അസല് പണിക്കാരനായിരുന്നു എന്നാ നാട്ടുകാർ പറയുന്നത്, വീട്ടുകാരും പറയുന്നുണ്ട്. അതൊന്നും പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പറഞ്ഞേ പറ്റുമെങ്കിൽ ഞങ്ങളത് പറയാനും തയ്യാറാണ്. ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിന്റെ റവന്യൂ ഭവന നിർമ്മാണ മന്ത്രിയായ K. രാജനെ സോഷ്യൽ മീഡിയയിലിട്ട് വല്ലാതെ അങ്ങ് ട്രോളുകയാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ ഗുണ്ടകൾ. ട്രോളാൻ ഞങ്ങൾക്കൊക്കെ അറിയാം. ട്രോളുന്നതിന് വേണ്ടി ഞങ്ങളെ നാഞ്ഞിറങ്ങിയ ഞങ്ങളോടൊപ്പം നിങ്ങൾ എത്തത്തതുമില്ല. അതൊക്കെ പോട്ടെ. എന്തായാലും ഇവരുടെയൊക്കെ ആവശ്യപ്രകാരം നമ്മൾ പുതിയൊരു പണിക്കാരനെ കേരളത്തിലോട്ട് ഇറക്കുന്നുണ്ട്. പുള്ളിക്ക് പട്ടായിലൊക്കെ പോയി നല്ല പണി നടത്തിയ പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ ടൗൺഷിപ്പിലെ വീടുകളുടെ പെയിന്റ് അടിയും മറ്റു കാര്യങ്ങളും പുള്ളിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. വേറെ ആരുമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആള് തന്നെ. ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിൽ വന്ന് ചായയും പോണ്ടൊക്കെ കുടിക്കുന്ന ആളാ. ദാ കണ്ടോ. എന്ത് കൂലിപ്പണിക്ക് ആളെ കിട്ടാനില്ലെന്നോ? സമീപിക്കുക കൂലിപ്പണി രാജൻ. കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. കൂലിപ്പണി രാജൻ. ഉത്തരവാദിത്തത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. വാനം തോണ്ടൽ, വാനം മൂടൽ, കട്ടളയെടുപ്പ്, കട്ടള വെയ്പ്പ്, കക്കൂസിന് കുഴിയെടുപ്പ്, കക്കൂസ് പൂശൽ, സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ. കൂലിപ്പണി രാജൻ. രാജന്റെ മാത്രം പ്രത്യേകതകൾ: സ്വന്തമായി മുഴക്കോൽ, സ്വന്തമായി തൂക്കുകട്ട, തേപ്പ് പലക, കരണ്ടി, ചട്ടി, കുട്ട. എന്തോ അതല്ല, സ്വന്തമായി കുട്ട. ദുരന്തങ്ങളെപ്പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന കേരളത്തിന്റെ ശവന്തീനികളായ കോൺഗ്രസുകാരെ നിങ്ങൾ പിരിച്ച പൈസയുടെ കണക്ക് ഇതുവരെയും നല്ല രീതിയിൽ പുറത്തു വിട്ടിട്ടില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു.